ഹായ് ഫ്രണ്ട്സ്, ആദ്യ സ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാക്കറ്റൊക്കെ കിട്ടി ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഒരു വലിയ യാത്രയാണ്. ഇപ്പോൾ സമയം 9:20. അപ്പോൾ ഇപ്പം എന്നെ നിരഞ്ജന കൊണ്ടുപോയി ചാത്തന്നൂരിൽ ബസ് കയറ്റി വിടും. ഞാൻ 11:15 പാലരുവിക്ക് തൂത്തുക്കുടിയിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി അവിടുത്തെ കാര്യം പറയാം. തൂത്തുക്കുടിയിൽ വെള്ളപ്പൊക്കം തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഞാനിന്ന് അവിടെ എത്തുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. ഇപ്പോൾ സാറ് തൂത്തുക്കുടിയിലുണ്ട്. അപ്പോൾ എന്തായാലും കയറി വരാൻ പറഞ്ഞു. ഞങ്ങളുടെ ഹനയുടെ ബർത്ത്ഡേ ആണ് 19-ാം തീയതി. അപ്പം ഹനയ്ക്ക് വേണ്ടുന്ന സംഭവ സാമഗ്രികളാണ് ഇതിനകത്ത് നിറച്ച്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വെള്ളപ്പൊക്കമൊക്കെ ആണെങ്കിൽ ആൾക്കാർക്കൊന്നും വരാൻ പറ്റത്തില്ല. ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ കഴിഞ്ഞ വർഷത്തെ പോലെ. ഓക്കെ, കഴിഞ്ഞ വർഷം ഇതുപോലെ ഞങ്ങൾ തിരുനെൽവേലിയിൽ പെട്ടുപോയതാണ്, അറിയാമല്ലോ. ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പാലരുവിയിലേക്ക് പോവാം. പാലരുവി ട്രെയിനിലേക്ക് പോവാം. കാരണം നിങ്ങളും കൂടെ വന്നാലേ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ശുഭാപ്തി വിശ്വസത്തോടെ പാലരുവിയിലേക്ക് പോകാനായിട്ട് ഞാൻ സാധനങ്ങളെല്ലാം എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ പാച്ച് വർക്ക് ടൂൾസ് എല്ലാം ഇട്ടിട്ടുണ്ട്. കണ്ടോ, അപ്പം ഇതൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. നടുവേദനയൊക്കെ ഇച്ചിരി കുറവുണ്ട്. എങ്കിലും ഞാൻ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ നമ്മളുടെ ഇങ്ങനത്തെ നടുവിന് ബെൽറ്റൊക്കെ ഇട്ട് കാലിന് ക്യാപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. കാരണം കുറേ നമ്മൾ എത്രത്തോളം യാത്രയൊന്നും ഇപ്പോൾ ചെയ്യാറായിട്ടില്ല. എങ്കിലും നമുക്ക് അത്യാവശ്യ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പം നമുക്ക് പോവാം. ടാറ്റ. എൻ്റെ അമ്മ ടാറ്റ പറഞ്ഞു. ടാറ്റ ഉറച്ചു പറഞ്ഞു. ഒന്നുകൂടെ ഉറച്ചു പറയാമ്മ. ടാറ്റ. ഓക്കെ, ഇതാണ് എൻ്റെ രൂപം. ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്. ഇത്രയും കൂടെ എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്തോ അറിയത്തില്ല. എന്തായാലും പോവുകയാണ് ഗേസ്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ നിരഞ്ജനയും കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പം എന്നെ അവൾ ചാത്തന്നൂർ കൊണ്ടുപോയി ബസ് കയറ്റി വിടും. അപ്പം നമ്മുടെ പാലരുവി ട്രെയിൻ എന്ന് പറഞ്ഞാൽ രാത്രി 11:15 കൊല്ലത്ത് നിന്നും കേട്ടോ. അപ്പം ഇന്നിപ്പം സാറ് തൂത്തുക്കുടിയിൽ നിന്നും തിരിച്ചുള്ള പാലരുവിക്ക് വരാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് ക്യാൻസലായി. സാറിന് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള പാലരുവി ഇതുവരെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടം വരെ എത്തി എന്നൊക്കെ ഉള്ളത്. അത് ഇതുവരെ എല്ലാം കറക്റ്റായിട്ടാണ് പോകുന്നത് തന്നെയാണ്. തൂത്തുക്കുടിയിലേക്ക് പോകുന്നത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടെ എഴുതി കാണിക്കുന്നത് പാലക്കാട് ടു തിരുനെൽവേലി എന്ന് തന്നെയാണ് എഴുതി കാണിക്കുന്നത്. പക്ഷേ അത് തിരുനെൽവേലി കഴിഞ്ഞിട്ട് തൂത്തുക്കുടി പോവോ ഇല്ലെന്നൊന്നും അറിയാൻ വയ്യ കേട്ടോ. അങ്ങനെ 11 മണി അടുപ്പിച്ച് നമ്മുടെ പാലരുവി വന്നു. ഞാൻ കയറി. നല്ല തിരക്കായിരുന്നു കയറിയിട്ട്. ഒരുമാതിരിയൊക്കെ എല്ലാ സീറ്റും ആളുകൾ ഉണ്ടായിരുന്നു. ചില സ്ഥലത്തൊക്കെ ആൾക്കാർ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു സിംഗിൾ സീറ്റ് കിട്ടിയിട്ടുണ്ട്. സാരമില്ല, സുഖമായിട്ട് കുറച്ചൊക്കെ ഇരുന്ന് ഉറങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ട്രെയിൻ പുറപ്പെട്ടു. ഞാൻ കുറച്ചൊക്കെ കിടന്നുറങ്ങി. അപ്പം അവിടെ കമ്പാർട്ട്മെൻറ്റിലെ മിക്ക സ്ത്രീകളും ഇങ്ങനെ താഴെ വിരിച്ച് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ. അപ്പം അതൊന്നും വലിയ ആൾക്കാരൊന്നും ഇടപെടത്തൊന്നുമില്ല. ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ കിടന്ന് ഉറങ്ങാം കേട്ടോ. കാരണം വലിയ തിരക്കൊന്നും ഇല്ലാതെയാണ് കേട്ടോ പാലരുവി വന്നതും പോകുന്നതും ഒക്കെ. പിന്നെ ഈ ട്രെയിനിൽ വന്നാലുള്ള ഒരേ ഒരു കുഴപ്പം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ തിരുനെൽവേലി എത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആൾക്കാർ ഇറങ്ങും കേട്ടോ. ഇപ്പോൾ 1-2 ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇറങ്ങും കേട്ടോ. അതെനിക്കൊരു ഇച്ചിരി ടെൻഷൻ വരും കേട്ടോ. കാരണം നമ്മൾ മാത്രമേ ചിലപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ കാണത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഉള്ള ഒരു സ്റ്റേജ് ഉണ്ടാകുമോ എന്നറിയാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി ടെൻഷനിലൊക്കെ ആയിരുന്നു. അങ്ങനെ തിരുനെൽവേലിയിൽ എത്തിയതിന് ശേഷം നോക്കിയപ്പോൾ എല്ലാവരും ഇറങ്ങി കേട്ടോ. അപ്പം എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല, തമിഴല്ലേ. അപ്പോഴേ അവിടെ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഇതുപോലെ തിരുനെൽവേലിയിൽ വരെ ഈ ട്രെയിൻ ഉള്ളൂ. തൂത്തുക്കുടിയിൽ മഴ ഉള്ളതുകൊണ്ട് അങ്ങോട്ടത്തേക്ക് ട്രെയിൻ പോകുന്നില്ല എന്ന് അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനും പതുക്കെ നമ്മളുടെ ആ ഒരു സ്റ്റേഷനിലേക്ക് ഇറങ്ങി. അപ്പം ലഗേജ് ഇച്ചിരി കൂടുതലായിരുന്നല്ലോ. കാരണം തൂത്തുക്കുടിയിൽ നേരിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ബാഗുകളും കൂടാണല്ലോ കൊണ്ടുപോയത്. അപ്പം അതിച്ചിരി എനിക്ക് ഒരു ബർഡനായിട്ട് തന്നെ തോന്നി കേട്ടോ. എങ്കിലും പിന്നെ നമുക്ക് പരിചയമുള്ള സ്ഥലം തന്നെയാണ്. നമ്മളെപ്പോഴും വന്നു പോകുന്ന സ്ഥലമാണ്. തിരുനെൽവേലിയിലിട്ട് ഇറങ്ങിയിട്ട് പുതു ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കയറണം. പിന്നെ നമുക്ക് പുതു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് തൂത്തുക്കുടി ബസ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ പുതു ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. പുതു ബസ് സ്റ്റാൻഡിലോട്ട് ബസ്സുമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ പുതു ബസ് സ്റ്റാൻഡിൽ വന്ന് നമുക്ക് തൂത്തുക്കുടി ബസ്സും കിട്ടി കേട്ടോ.
പിന്നെ കാലാവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ സത്യത്തിൽ ഞാനൊരു ചാറ്റൽ മഴ പോലും കണ്ടില്ല കേട്ടോ. അപ്പം തൂത്തുക്കുടിയിലേക്ക് പോകുമ്പോഴായിരിക്കും മഴ പെയ്ത് ഞാൻ നനയുന്നതെന്നും നമ്മൾ വെള്ളപ്പൊക്കത്തിലാവുന്നതെന്നും ഒക്കെ പ്രതീക്ഷിച്ച് ഓരോ നിമിഷവും വലിയ വലിയ മഴകളെല്ലാം പ്രതീക്ഷിച്ചാണ് കേട്ടോ ഞാൻ ബസ്സിലേക്ക് വരെ കയറിയത്. പക്ഷേ അങ്ങും ഇങ്ങും വെള്ളക്കെട്ടുകളല്ലാതെ ഞാൻ വേറെ ഒരു ചാറ്റൽ മഴ പോലും കണ്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ താമരഭരണി എന്ന് പറയുന്ന ആ ഒരു റിവർ. അപ്പം ഇത് നിറഞ്ഞ് കവിഞ്ഞാണ് സാധാരണ അവിടെ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നല്ലതുപോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്, സൈഡിലോട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഇതിന് ഇനിയും മഴ പെയ്തുകൊണ്ട് നിന്നാൽ ഇത് ഒരു അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇത് പാലം വരെയൊക്കെ വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതാണ് നമ്മളുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഹേതു കേട്ടോ, ഈ ഒരു റിവറാണ് കേട്ടോ. ഇപ്പം മഴ കുറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അത് വെള്ളം പൊങ്ങുമെന്ന് നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ റോഡിൻ്റെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കത്തിൽ ഈ ഒരു റോഡാണ് കേട്ടോ തകർന്നു പോയത്. അങ്ങനെ ആണ് തൂത്തുക്കുടിയിലേക്ക് ഗതാഗതം നിലച്ചു പോയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം അതും ഇപ്പോഴൊക്കെ കെട്ടി തീരാറാവുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ പണികൾ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളപ്പൊക്കം പ്രതീക്ഷിച്ച് വന്ന ഞാൻ പ്രശാന്ത സുന്ദരമായൊരു പ്രഭാതത്തിലേക്കാണ് കേട്ടോ വന്നിറങ്ങുന്നത് തൂത്തുക്കുടിയിലേക്ക്. അങ്ങനെ പിന്നെ കുറച്ച് സമയം ഷെയർ ഓട്ടോയൊക്കെ കാത്തു നിന്നു. ഷെയർ ഓട്ടോ നമുക്ക് അവിടുന്ന് 7 മണി തൊട്ടേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഷെയർ ഓട്ടോ തന്നെ നമുക്ക് കിട്ടി. അപ്പം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ആ ഒരു സ്ട്രീറ്റിലേക്ക് വന്നിറങ്ങുന്ന സമയത്ത് നമ്മുടെ സിന്ധു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സിന്ധു ആണ് കേട്ടോ ഇപ്പം നമുക്ക് നിൽക്കുന്നത് കൂട്ടായിട്ട്. അപ്പം സിന്ധു എൻ്റെ കയ്യിൽ നിന്ന് സഞ്ചികളെല്ലാം വാങ്ങിച്ചെന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പം പുറത്തൊന്നും ആരെയും കണ്ടില്ല, കാരണം അല്ല PhD വർക്കൊക്കെ നടക്കുന്നുണ്ട്. സാറും കിത്തുസും എല്ലാം അതിൻ്റെ മുമ്പിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പയ്യെ നടന്നു, സ്റ്റെപ്പ് കയറി നമ്മുടെ ഹനയുടെ അടുത്തേക്ക് പോവുകയാണ്. അതെന്ത് ഇത് നോക്ക്, വന്നല്ലോ ലൈറ്റ് ഇടാപ്പാ, വന്നല്ലോ കെട്ടിപ്പിടിച്ചല്ലോ. ഞങ്ങൾ കരയുന്നെന്തിനാ? ആയി എന്തൊക്കെ കൊണ്ടുവന്ന് അത് പറ, അത് മാത്രം പറ. അത് ശരിയാ. താഴെ കിടന്നത് അങ്ങോട്ടങ്ങ് പറഞ്ഞു വെള്ളം കുച്ചിട്ടോ. വട ഇരിക്കുന്നുണ്ട്, വേണോ? വട വേണോ? എനിക്ക് ചേട്ടാ തിരുനെൽവേലിയില് വന്നപ്പോഴത്തേക്കും എൻ്റെ കമ്പാർട്ട്മെന്റ് ഒഴിഞ്ഞ് ഞാൻ മാത്രമാണ് ഏക. എന്നിട്ട് ഇച്ചിരി പേടിയൊക്കെ വന്ന്. അങ്ങനെ ട്രെയിനിൽ വന്ന കഥകളെല്ലാം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.